Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഈ ആഴ്ചയിലും റേഡിയോ ലൈബ്രറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയേണ്ട, അത് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്ന ആളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. മിസ്റ്റർ MP ഇല്യാസ് മാസ്റ്റർ ആണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. സ്വാഗതം ഇല്യാസ് മാസ്റ്റർ റേഡിയോ ലൈബ്രറിയിലേക്ക്. സ്വാഗതം. എന്താണ് അങ്ങനെ ഇല്യാസ് മാസ്റ്റർ എന്ന പേര് വരാൻ കാരണം? ഇല്യാസ് മാസ്റ്റർ എന്ന പേര് വരാൻ കാരണം ഞാൻ ബേസിക്കലി തുടക്കത്തിൽ ഒരു അധ്യാപകനായിരുന്നു 22 വർഷം മുമ്പ്. പിന്നെ പ്രവാസ ജീവിതത്തിൽ മറ്റൊരു മേഖലയിലാണെങ്കിൽ പോലും ആ പേര് അതുപോലെ നിലനിൽക്കുകയാണ്. ഇത് സബ്ജക്റ്റ് ആണ്. ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചു. ഇംഗ്ലീഷ് മാഷായിരുന്നു. ഓക്കെ. പുസ്തകങ്ങൾ ധാരാളം വായിക്കാറുണ്ട്. പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേയുള്ള വലിയൊരു ശീലമാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് ജോണറിലുള്ള പുസ്തകങ്ങളാണ്? ഏത് പുസ്തകം കിട്ടിയാലും ആ പുസ്തകം എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കുക എന്നുള്ളത് എന്റെ ഉള്ളിലുള്ള ഒരു ത്വരയാണ്. അത് വായിച്ചു തീരുന്നത് വരെ പിന്നെ എന്റെ മൈൻഡിൽ മറ്റൊന്നും ഓടില്ല. അപ്പൊ അത് വായിച്ചു തീർന്ന് പിന്നെ അതിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് പലപ്പോഴും സമൂഹത്തിലുള്ള റിയാലിറ്റി ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടുക എന്നുള്ളത് നമ്മുടെ ചെറിയ ചെറിയ വിനോദങ്ങളിലൊന്ന്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഒരു പുതിയ പുസ്തകമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിടയിലുള്ള ഒരു സഹപ്രവർത്തകനാണ്, പ്രവാസ ലോകത്തുള്ള ഒരു എഴുത്തുകാരൻ തന്നെ എഴുതിയ പുസ്തകമാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ. സുഗന്ധക്കുപ്പികൾ എന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം. നമ്മുടെ സലീം നാലകത്ത് എന്ന് പറയുന്ന പെരിന്തൽമണ്ണ സ്വദേശി എഴുതിയ പുസ്തകമാണ്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ വളരെ സുപരിചിതനും വളരെ പരിചയസമ്പന്നനുമായ സലീം നാലകത്തിന്റെ 3ാമത്തെ പുസ്തകമാണിത്. അദ്ദേഹം ഒരു വായനാശീലമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങൾക്കും ആ ഒരു നല്ല ക്വാളിറ്റിയും കാണാറുണ്ട്. പൊതുവെ നമ്മൾ പറയാറുള്ളത് സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കഥകളുടെ ഒരു കലവറയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കലാരൂപങ്ങളും അല്ലെങ്കിൽ എഴുത്തുകളായാലും അത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി, മിറർ ഓഫ് ദ സൊസൈറ്റി എന്നാണല്ലോ നമ്മൾ പറയാം. സമൂഹത്തിന്റെ കണ്ണാടിയാണ് സത്യത്തിൽ ഒരു എഴുത്തുകാരന്റെ മുമ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവൻ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ആ കാഴ്ചകൾ കണ്ണാടിയിൽ ഏത് രൂപത്തിലാണ് അവൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അത് തീർച്ചയായും ഉള്ളിൽ നിന്ന് വരുമ്പം അതോടൊപ്പം എഴുതുന്ന ആൾക്കാർ ആർദ്രതയും പൊതുബോധവും ജീവകാരുണ്യ മേഖലയിലുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടെ അതിനെ നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അത്തരത്തിൽ സലീം നാലകത്തിന്റെ എഴുത്തുകളൊക്കെ തന്നെ സമൂഹത്തിന്റെ പച്ചയായ കഥകൾ, പ്രത്യേകിച്ച് ഒരു പ്രവാസിയായ സലീം നാലകത്ത് എഴുതുമ്പോൾ അദ്ദേഹം ദർശിക്കുന്ന പ്രവാസ ലോകത്ത് കാണുന്ന കാഴ്ചകൾ, അതുപോലെ തന്നെ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഗൃഹാതുരത്വ സ്മരണകൾ, ഇതൊക്കെ തന്നെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തില് ഒരു ജീവകാരുണ്യ രംഗത്ത് കൂടെ താല്പര്യവും പൊതുപ്രവർത്തനം കൂടിയായ സലീം നാലകത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സാധാ ശൈലിയിൽ സ്വതസിദ്ധമായ ഭാഷയിൽ അതൊരു എഴുത്തായിട്ട് വന്നപ്പോൾ അത് വായിക്കുന്ന വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു താല്പര്യമാണ്. ഞാൻ ഈ പുസ്തകം തുടങ്ങി അത് വായിച്ചു തീരുന്നത് വരെ ഞാൻ അതിലങ്ങ് മുഴുകിപ്പോയി. അത്രയും മനോഹരമായിട്ടാണ് അതിന്റെ ആഖ്യാന ശൈലി ഉള്ളത് എന്നുള്ളതാണ്. ഇതിനു മുന്നേ കവിതകൾ എഴുതിയിട്ടുണ്ട്. ക്വാറന്റൈൻ അടക്കമുള്ള നിരവധി കവിതകളൊക്കെ നമ്മൾ സലീം നാലകത്തിന്റെ നമ്മൾ റേഡിയോ ലൈബ്രറിയിലൂടെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് സുഗന്ധക്കുപ്പികൾ എന്ന പുസ്തകമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ ഇതിന്റെ അവതാരികയിലേക്ക് വരികയാണ്. ഇതിന്റെ അവതാരികയിലേക്ക് വരുമ്പോ PK പാറക്കടവാണ് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. PK പാറക്കടവ് അത് എഴുതി അവസാനിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു ദർശനത്തിലൂടെയാണ്. അവസാനം കുറിച്ചിട്ട വരികൾ ഇങ്ങനെയാണ്. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുണ്ട്. ഒരു ചിപ്പി അടുത്ത് നിൽക്കുന്ന മറ്റൊരു ചിപ്പിയോട് പറഞ്ഞു, എന്റെ ഉള്ളിലാകെ വലിയ വേദന, ഞാൻ കൊടും ദുഃഖത്തിലാണ്. മറ്റേ ചിപ്പി ഗർവോടെ മറുപടി പറഞ്ഞു, ആകാശങ്ങൾക്കും കടലിനും സ്തുതി, എന്റെ ഉള്ളിൽ വേദനയേ ഇല്ല, എനിക്ക് സ്വാസ്ഥ്യം. ഈ നേരം അതുവഴി കടന്നു പോകുകയായിരുന്ന ഒരു ഞണ്ട് ചിപ്പികളുടെ ഈ സംഭാഷണം കേൾക്കാനിടയായി. അഹന്തയോടെ മറുപടി പറഞ്ഞ ചിപ്പിയോട് പറഞ്ഞു, നീ സുഖമായിരിക്കുന്നു, പക്ഷേ നിന്റെ അടുത്ത് നിൽക്കുന്ന ചിപ്പി പേറുന്ന വേദന അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ഒരു മുത്തിനെ പേറുന്ന വേദനയാണത്. സുഗന്ധക്കുപ്പികളിലെ കഥകൾ എഴുതുന്ന വേളകളിലെ സലീം നാലകത്തി എന്ന എഴുത്തുകാരൻ ആ ചിപ്പി പേറുന്ന വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഇതിലെ രചനകൾ വായനക്കാരോട് പറയും. അത്തരത്തിൽ ഉള്ളിലുള്ള വേദനകൾ പുറത്തേക്ക് വലിയ മുത്തുകളായി വരാൻ പോകുന്ന വേദനകൾ ഒരു മുത്തുകളെ പോലെ കുറെ എഴുത്തുകളായിട്ട് സലീം നാലകത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് PK പാറക്കടവിന്റെ ഈ ഉദാഹരണത്തിലൂടെ പറയുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതിന്റെ അവതാരിക അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സുഗന്ധക്കുപ്പികൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്ന കഥ
ഇതിലുള്ള രണ്ടാമത്തെ കഥാസമാഹാരത്തിൽ വരുന്നതാണ്. ജീവിതം വരച്ചിരുന്ന കഥകളാണ് സലീം നാലകത്തിന്റെ സുഗന്ധക്കുപ്പികളെന്ന് നമ്മളിത് വായിക്കുമ്പോൾ ശരിക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രസിദ്ധമായ മൊറിയൽ റുക്കൈസറിന്റെ ഒരു വാചകമുണ്ട്, ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് നോട്ട് ഓഫ് ആറ്റംസ് എന്നാണ്. അത്തരത്തില് കഥ ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ നമ്മൾ പറയുന്നത് അയാളുടെ കഥ കഴിഞ്ഞു എന്ന്. അപ്പൊ അതിന്റെ ഒരു പൊരുള് നമുക്ക് മനസ്സിലാവും, ജീവിതമാണ് കഥ എന്നുള്ളത്. അത്തരത്തില് പ്രവാസ ലോകത്ത് നിന്ന് എഴുതുന്ന എഴുത്തുകാരൻ സലീം നാലകത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാസവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം ഒരു കഥയായി എഴുതിയത്. അതാണ് സുഗന്ധക്കുപ്പികൾ എന്ന് പറയുന്ന ഈ കഥയിലുള്ളത്. ഈ കഥയിലേക്ക് ഞാൻ പുസ്തകത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുകയാണ്. രാമേട്ടൻ പ്രവാസിയാണ്. സൗദിയിലെ തായിഫിൽ ഒരു ഇടത്തരം അറബിക് റെസ്റ്റോറന്റിൽ 30 കൊല്ലമായി സപ്ലയറുടെ ജോലി ചെയ്യുന്ന പാവം മനുഷ്യൻ. ഒരു കാലത്ത് മലബാറിലെ പേരുകേട്ട തെക്കുംപുറം ദേശം അടക്കി വാണിരുന്ന തറവാട്ടിലെ ഇന്നത്തെ പേരുകൊണ്ട് മാത്രം കാരണവർ കാലവും ആചാരവും നിയമവും രീതികളുമൊക്കെ മാറി വന്നപ്പോൾ ചിലർ ഉയർച്ചയുടെ പടവുകൾ കയറി, മറ്റു ചിലർ താഴ്ചയിലേക്ക് നിലംപതിച്ചു. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ് 65-കാരനായ രാമചന്ദ്ര പൊതുവാൾ എന്ന രാമേട്ടൻ. ചെറുപ്പത്തിലെ പ്രൗഢിയും പ്രതാപവും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കൗമാരമായപ്പോഴേക്കും ഒന്നുമില്ലായ്മയിലെത്തിയ കുടുംബത്തിന്റെ തകർച്ചയൊന്നും രാമേട്ടന്റെ ആത്മവിശ്വാസത്തെ തളർത്തിയിട്ടില്ല. 18-ാമത്തെ വയസ്സിൽ സഹപാഠിയും അയൽവാസിയുമായിരുന്ന മൊയ്തുവിനോടൊപ്പം അവന്റെ ഉപ്പ ജോലി ചെയ്തിരുന്ന സൗദി അറേബ്യയിലേക്ക് വിമാനം കയറി. അന്നു തൊട്ട് ഇന്ന് വരെ അവിടെ തായിഫിൽ തന്നെ അറബികളെപ്പോലെ അറബി സംസാരിക്കുകയും അവരുടെ പരമ്പരാഗത വസ്ത്രമായ കന്തൂറയിട്ട് നടക്കുകയും ചെയ്യുന്ന രാമേട്ടൻ ഭക്ഷണ വൈവിധ്യം തേടി ഹോട്ടലിലെത്തുന്നവരെ സദാ ചിരിക്കുന്ന മുഖവുമായി സ്വീകരിക്കുന്ന രാമേട്ടനെ കണ്ടാൽ മലയാളിയാണെന്ന് തോന്നുകയില്ല. ഒറ്റനോട്ടത്തിൽ സുന്ദരനായ ഒരു അസ്സൽ അറബി. ഒരിക്കൽ സുഹൃത്ത് ആഷിക്ക് തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. അവധി കഴിഞ്ഞെത്തിയ രാമേട്ടന്റെ അടുത്ത് ഭാര്യ കൊടുത്തുവിട്ട സാധനങ്ങൾ വാങ്ങാനായി ചെന്നതായിരുന്നു ആഷിക്ക്. ഹോട്ടലിൽ നല്ല തിരക്കായിരുന്നു. ആദ്യം കണ്ട അറബിയോട് ചോദിച്ചു, രാമൻ എന്നു പേരുള്ള ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു, മൂപ്പരിപ്പോ ഇവിടെ ഉണ്ടോ അതോ പുറത്തു പോയോ? മുറിയൻ അറബിയിലായിരുന്നു ചോദ്യം. ഇന്താ ആഷിഖ് വലതുമൽ മുഹമ്മദ്, നീ മുഹമ്മദിന്റെ മകൻ ആഷിഖല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചിരിച്ചു. ആഷിഖാകട്ടെ അമ്പരന്നു. തന്റെ പേര് മാത്രമല്ല വാപ്പയുടെ പേര് പോലും അറിയുന്ന അറബിയോ? ഇത് ഞാൻ തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്ന രാമൻ. തനി മലയാളത്തിൽ രാമേട്ടൻ വിശദീകരിച്ചപ്പോൾ ആഷിഖിനും ചിരി വന്നു. കുറച്ചുനേരം നാട്ടുവിശേഷം പറഞ്ഞതിന് ശേഷമാണ് അന്നവർ പിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ കഥ സുഗന്ധക്കുപ്പികൾ തുടർന്ന് പോകുന്നത് ഈ രാമേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അഹമ്മദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും, അങ്ങനെ ഈ രാമേട്ടന്റെ കഥ എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ പലവിധ അസുഖങ്ങൾ ഉണ്ടായിട്ടും ആ അസുഖങ്ങളൊന്നും ചികിത്സിക്കാതെ മാറ്റിവെച്ച് പോകാറാണ് പതിവ്. സാധാരണ ഏതൊരു പ്രവാസിയും ചെയ്യുന്നത് പോലെ തുച്ഛമായ വരുമാനമായതുകൊണ്ട് തന്നെ പിന്നീടാവാം എന്ന് പറഞ്ഞ് ഒരു മെഴുകുതിരി പോലെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ എരിഞ്ഞു തീരുകയാണ് രാമേട്ടനും. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ഇവിടെ അഹമ്മദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും സലീമിന് നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കോള് വരികയും അങ്ങനെ ആ രാമേട്ടനുമായി അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുകയും ഹോസ്പിറ്റൽ രാമേട്ടന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മനസ്സിലാകുന്നത് രാമേട്ടന്റെ നാട്ടിലുള്ള ഒരു ഇളയ മകനുണ്ട്. 65 വയസ്സായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇളയ മകൻ പ്രവാസത്തിലേക്കൊക്കെ വിടാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കൊക്കെ വിടാമെന്ന് രാമേട്ടൻ ആഗ്രഹിക്കുമ്പോഴാണ് രാമേട്ടന്റെ കയ്യിലല്ലാതെ മകൻ അല്പം മറ്റെന്തൊക്കെയോ കുസൃതിയൊക്കെ ആയി നാട്ടിൽ നിന്ന് വഴിതിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ വീണ്ടും ഈ പ്രവാസ ഭാരം ഏറ്റെടുത്ത് രാമേട്ടൻ അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സലീം രാമേട്ടനുമായി പരിചയപ്പെടുകയും വല്ലാത്തൊരു അടുപ്പം രാമേട്ടനുമായിട്ട് ഉണ്ടാവുകയും അങ്ങനെ കഥയുടെ അവസാനിക്കുന്നത് ഒരു കോള് സലീമിന് വരുന്നു. സലീം ആ സമയത്ത് വണ്ടി ഓടിച്ച് ഒരു വക്കൂത് പമ്പിൽ ഇങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് അറിയുന്നത്. അങ്ങനെ അവിടെ തരിച്ചുപോയി നിൽക്കുന്ന സലീമിനെ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് പുറത്ത് തട്ടി ബൈസാബ് ഇതർ പാർക്കിംഗ് നെയ്യേ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോഴാണ് സലീം ഞെട്ടി ഉണരുന്നത് ഈ യാഥാർത്ഥ്യത്തിലേക്ക്. അപ്പൊ അത്തരത്തില് ഏതൊരു പ്രവാസിയും അനുഭവിക്കുന്ന കുറേ കാലം പ്രവാസിയായി ജീവിച്ച് പിന്നീട് റിട്ടയർ ലൈഫ് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ജീവിക്കുന്നു. എന്നാൽ അവിടെയൊന്നും എത്താതെ സ്വന്തം ശരീരത്തിലുള്ള രോഗങ്ങൾ കീഴ്പ്പെടുത്തുകയും അവസാനം ഒരു പെട്ടിയിലാക്കി ഇവിടെ നിന്ന് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാധാ പ്രവാസിയുടെ കഥയാണ് സുഗന്ധക്കുപ്പികളിലൂടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോവുകയാണ്. അടുത്ത കഥ ഇതിലെ 5-ാമത്തെ കഥയായ കുട്ടിപ്പിരാന്തൻ എന്ന കഥയാണ്. നിങ്ങൾ ഇനി കഥ എഴുതുമ്പോൾ ഞാനും ഒരു കഥ പറയാം, അതും കൂടി എഴുതണട്ടോ. ഒരു വൈകുന്നേരത്ത് ചായ പകുതി കുടിച്ച് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴാണ് അടുത്തുനിന്ന കെട്ടിയോളുടെ നനച്ചിരിക്കാതെയുള്ള പ്രഖ്യാപനമുണ്ടായത്. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും
ഓൾക്കില്ലെങ്കിലും ദിവസവും പത്രങ്ങളൊക്കെ അരിച്ചുപെറുക്കി വായിക്കുന്ന സ്വഭാവമുണ്ട്. ക്രൈം വാർത്തകളൊക്കെ വിശദമായി വായിക്കും. വായിച്ച വാർത്തകളെക്കുറിച്ചൊക്കെ അവളുടേതായ അഭിപ്രായമുണ്ടാവും. കൂടുതൽ സമയമെടുക്കുന്നത് ചരമ പേജിലാണ്. പരിചയക്കാരോ അറിയുന്നവരോ ആരുടെയെങ്കിലും മരിച്ച വിവരമുണ്ടെങ്കിൽ ഓടി വന്ന് കാണിച്ചു തരും. അയ്യോ, എത്ര നല്ല മനുഷ്യനായിരുന്നു, ഇന്നലെയും കണ്ടിക്കണ്. ഇങ്ങനെ പോകും സംഭാഷണം. കൊലപാതകത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും വായിക്കുമ്പോൾ സങ്കടമാണ്. ഇവർക്കൊക്കെ നല്ല അടി കിട്ടാത്തോണ്ടാ എന്ന് വിധി പ്രസ്താവിക്കും. ഇങ്ങനെ എഴുത്തുകാരൻ സലീമും അല്ലെങ്കിൽ സലീമിന്റെ ഭാര്യ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വായിച്ചെടുക്കാം. അവര് എഴുതുന്ന സമയത്ത് നടക്കുന്ന സംഭാഷണങ്ങളും അവരുടെ ജീവിത യാത്രയിലെ ചില അനുഭവങ്ങളും പറയുന്നതോടുകൂടിയാണ് ഈ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിപ്പിരാന്തന്റെ ഈ കഥ എഴുതുന്നതും. അവസാനം സലീം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിപ്പിരാന്തൻ ഗേറ്റ് തുറന്ന് അടുത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അതിന്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ കുട്ടിപ്പിരാന്തൻ എന്തോ ഫിഫ്ത്ത് സെൻസ് ഉള്ളതുപോലെ താൻ ചെയ്യുന്ന കാര്യം, അതായത് അവന്റെ തന്നെ കഥയാണ് എഴുതുന്നത് എന്ന് അവൻ അറിയുന്നത് പോലെ അവൻ തുടർന്നോളൂ എന്ന് പറയുന്ന ഒരു രംഗം. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നാട്ടുംപുറത്ത് നമ്മൾ കോലായിൽ കാണുന്ന നിരവധി അനവധി കുട്ടിപ്പിരാന്തന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രാന്തിൻ്റെ പിന്നിൽ ഒരു വലിയ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറിയോ കഥയോ ഒക്കെ ഉണ്ടായിരിക്കാം. ആ കഥകളൊന്നും അന്വേഷിക്കാതെ അവരുടെ ഭ്രാന്തിൻ്റെ ആ ഒരു തമാശയും നമ്മളുടെ ആസ്വാദനമൊക്കെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഇതൊക്കെ പച്ചയായ സമൂഹത്തിന്റെ കണ്ണാടിയാണ് എഴുത്തുകാരനിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് പറയുന്നത് പോലെ സമൂഹത്തിൽ കാണുന്ന നിരവധി അനവധി കാഴ്ചകളുടെ നേർക്കാഴ്ചകളാണ് സലീം നാലകത്തിന്റെ ഈ 15 സമാഹാരത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ആർദ്രതയും സ്നേഹവും നൊസ്റ്റാൾജിയയും പ്രവാസത്തിന്റെ വേദനയും ഒക്കെ കൂടിക്കലർന്നുള്ള ഒരു സമ്മിശ്രമായ എഴുത്തിന്റെ ഒരു സമാഹാരമായതുകൊണ്ട് തന്നെ വായനക്കാരൻ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കണ്ണിൻ മുമ്പിലേക്ക് കണ്ടുമറഞ്ഞതുപോലുള്ള ഒരു അനുഭൂതി ഉണ്ടാകും. അതാണ് ഈ വായനക്ക് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു അനുഭൂതി എന്നുള്ളത്. ഈ പുസ്തകം അത്തരത്തിൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കാതെ ഒരുപാട് കാലത്തേക്ക് സഞ്ചരിച്ച ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകും. ജീവിതം വരച്ചിടുന്ന കഥകളാണ് സലീം നാലകത്തിന്റെ സുഗന്ധക്കുപ്പികൾ എന്ന പുസ്തകം. അത്തരത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട 15 കഥാസമാഹാരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് നോട്ട് ഓഫ് ആറ്റംസ് എന്നാണ് മറിയൽ റൊക്കൈസർ പറഞ്ഞിരിക്കുന്നത്. കഥ ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നത്. തന്റെ ജീവിത പരിപ്രേക്ഷ്യമായ ഗൾഫും നൊസ്റ്റാൾജിക്കായ നാട്ടിൻപുറവും മിക്ക കഥകളും ഈ കഥാസമാഹാരത്തിലുണ്ട്. യുദ്ധഭൂമിയിലെ പെൺകുട്ടി എന്ന ഒരൊറ്റ കഥ മാത്രമാണ് റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ബാക്കി മുഴുവനും പ്രവാസവും നൊസ്റ്റാൾജിക്കായ നാട്ടിൻപുറവുമാണ് ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. പരോപകാരിയായ ഒരു ഭ്രാന്തന്റെ കഥയാണ് മൗനസഞ്ചാരി. ഒടുവിൽ ഇയാൾ ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയാക്കപ്പെടുന്നു. ഗൾഫിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ശുശ്രൂഷിച്ച ഒരു നഴ്സിനെയും മകനെയും കണ്ടുമുട്ടുന്ന നാടകീയ മുഹൂർത്തങ്ങൾ മേഘജലം എന്ന ഇതിലുള്ള കഥയിൽ നമുക്ക് കാണാം. അമ്മമാരുടെ സ്നേഹം മേഘജലം കാണിക്കെ പരിശുദ്ധമാണെന്ന് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലാക്കി പോകും. ചില പ്രവാസികളുടെയെങ്കിലും ജീവിതം പാതിയിൽ തീരുന്ന യാത്രയാവുന്നത് നാം വേദനയോടെ കാണുന്നു. ദൂരെ മണൽക്കാട്ടിൽ നിന്നുള്ള നെടുവീർപ്പുകൾ പാതിയിൽ തീർന്ന യാത്രയിൽ നാം കേൾക്കുന്നു. അത്തരത്തിലുള്ള ഒരു കഥയാണ് പാതിയിൽ തീർന്ന യാത്രയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡറിന്റെ കഥ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കഥയാണ് പരിണാമം എന്നുള്ളത്. പിന്നെ മാധ്യമപ്രവർത്തകന്റെ മരണശേഷവും വാർത്തകൾ പൂഴ്ത്തിവെക്കാനാവില്ലെന്നും അതെങ്ങനെയെങ്കിലും പുറത്തു വരുമെന്നും ഗ്രഹണത്തിന് ശേഷം എന്നുള്ള ഇതിലെ കഥ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. മണലാരണ്യത്തിൽ ഇനിയും വറ്റിത്തീരാത്ത കാരുണ്യത്തിന്റെ കഥ കൂടിയാണ് കഫീൽ എന്ന ഇതിലെ കഥയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഗ്രാമാന്തരീക്ഷത്തിൽ നമ്മിൽ രൂഢമായ ചില വിശ്വാസങ്ങൾ തുറന്നു കാട്ടുകയാണ് ഇതിന്റെ ഒന്നാമത്തെ കഥയായ ഉച്ചാടനം എന്ന കഥയിലൂടെ. ജീവിതം പലപ്പോഴും ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് റാവൂത്തർ സാർ എന്ന കഥയിലൂടെ. റാവൂത്തരും വിവേകും റംലയും ഒക്കെ ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ നമ്മളെ വല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നാം മനസ്സിൽ ശത്രുക്കളാണെന്ന് കരുതുന്നവരാണ് ഒടുവിൽ കൂട്ടിനുണ്ടാവുക എന്ന് ശാന്തേട്ടന്റെ മകൾ എന്ന ഇതിലെ കഥയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണപാഠ കഥകൾ കൂടെ സലീമിന്റെ ഈ കഥാസമാഹാരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സമാഹാരത്തിലെ കഥകളിൽ ജീവിതയാത്രയിൽ തോറ്റുപോകുന്ന പ്രവാസിയുടെ ചിത്രമുണ്ട്. കോളേജ് കാലത്തെ നിറമുള്ള ഓർമ്മകളുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളുടെ കഥകളുണ്ട്. വേണ്ടപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവരുടെ നെടുവീർപ്പുകളുണ്ട്. വൈവിധ്യങ്ങളായ പ്രമേയം കൊണ്ട് ഈ പുസ്തകത്തിലെ എല്ലാ കഥകളും വേറിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ വായനക്കാരനെ ഈ പുസ്തകം ഒരു പ്രത്യേക തരത്തിലുള്ള
അനുഭൂതി നിറഞ്ഞ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് തീർച്ചയാണ്, അനുഭവമാണ്. നമ്മൾക്ക് ചുറ്റുമുള്ള ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. ആ പ്രശ്നങ്ങളെയൊക്കെ തന്നെ കൃത്യമായിട്ട് പഠിച്ച് ഈ പുസ്തകത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ 15 ചെറുകഥകളിലൂടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, സലീം നാലകത്തിന്റെ 3ാമത്തെ പുസ്തകമാണ് സുഗന്ധക്കുപ്പികൾ. അപ്പൊ ഏതൊരു പ്രവാസിയെയും പോലെ ഗ്രാമക്കാഴ്ചകൾ ഒരു നൊമ്പരമായി കൊണ്ടു നടക്കുന്ന ആളാണ് സലീം എന്ന് ഈ 3 കഥകൾ വായിക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വീടിനടുത്ത് തന്നെയുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, കന്നും കാളപൂട്ടും ഞാറ് നടലും കളപറിക്കലും കൊയ്ത്തും കറ്റമതിക്കലും നിലമൊരുക്കി ഉഴുതുമറിക്കലും അങ്ങനെ മീൻ പിടിക്കലും, അങ്ങനെ ചെളി നിറഞ്ഞ കണ്ടങ്ങളിൽ നിന്നും മീൻ പിടിച്ച് അത് എല്ലാം കഴിഞ്ഞ് തോട്ടിലെ കലങ്ങിച്ചുവന്ന നിറമുള്ള വെള്ളത്തിലെ ഉല്ലസിച്ചുള്ള കുളി, ഇതൊക്കെ ഏതൊരു പ്രവാസിയെയും ഒരു ഗൃഹാതുരത്വമാണ്. അത്തരത്തിലുള്ള ചില ഓർമ്മകൾ സലീം നമ്മളെ കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള കഥകളുടെ അനുഭവങ്ങളാണ് സലീമിന്റെ കഥകളിലൂടെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊരു പ്രവാസിയെയും പോലെ സലീമും പ്രവാസം മനസ്സറിഞ്ഞ് തിരഞ്ഞെടുക്കുന്നതല്ല. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ വിറങ്ങലടിച്ച് നിന്നപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പ്രവാസത്തിലേക്ക് വന്ന് എത്തപ്പെട്ടതാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാടുകടത്തൽ, ഊരാക്കുരുക്കിനുള്ളിൽ കുടുങ്ങിയ പ്രതിബന്ധങ്ങൾ തീർക്കുന്ന ചിലന്തി വല പോലെ ഒരിക്കൽ എത്തിപ്പെട്ടാൽ തിരച്ചിറങ്ങാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് കൂടിയാണ് പ്രവാസം. അത്തരത്തിലുള്ള എല്ലാ വേദനയും സലീമിന്റെ കഥകളിലും ഉണ്ട്. പ്രവാസ ലോകത്തുള്ളവർ മാത്രമല്ല, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ് സുഗന്ധക്കുപ്പികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി ഇല്യാസ് മാസ്റ്റർ. നന്ദി. ഇങ്ങനെ ഒരു അവസരം പരിചയപ്പെടാൻ നൽകിയതിന് 98.6-നും വളരെ ഹൃദയത്തിൽ ചാരിച്ചിട്ടുള്ള എന്റെയും നന്ദിയും വിജയാശംസകളും ഒക്കെ അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് സുഗന്ധക്കുപ്പികൾ എന്നുള്ള ഒരു പുസ്തകമാണ്. അതിൽ സലീം നാലകത്ത് എഴുതിയ 15ഓളം ചെറുകഥകൾ. അതിൽ ഓരോന്നും നമ്മളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന കഥകളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള ഓരോ ആൾക്കാർക്കും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് കഥകളാണ്. ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം കൂടി തന്നെയാണ്. ഇതിൽ നിന്നും ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് നമുക്ക് ആ പുസ്തകത്തിലെ ഓരോ കഥകളിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സുഗന്ധക്കുപ്പികൾ എല്ലാവരിലേക്കും എത്തട്ടെ, സുഗന്ധക്കുപ്പികൾ എല്ലാവരും വായിക്കണം എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം റേഡിയോ ലൈബ്രറിയിൽ നിന്നും ഇന്ന് രതീഷും ബബായി പറയുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. സ്റ്റേ ട്യൂൺ.